കണ്ണൂരിൽ ഇതേ സമയത്താണ് വഴി തടഞ്ഞ് ഒരു പന്തലിട്ടുകൊണ്ട് അവിടെ സമരം നടത്തുന്നത്. ആ സമരം നടത്തുന്നതിനെ കുറിച്ചാണ് ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനോട് ചോദിച്ചത്. നിങ്ങൾക്ക് കണ്ണൂരിൽ ഒരു നയവും തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാരോട് മറ്റൊരു നയവും ആകുന്നത് എന്താണ്? സുരേഷ് ഗോപി അവിടെ വരുത്തിയത് അന്ന് രാത്രി 3 മണിക്ക് മഴ പെയ്യുന്ന സമയത്ത്, ഈ കോരിച്ചൊരിയുന്ന മഴയത്ത് ആശാവർക്കർമാരെ മഴയത്ത് നിർത്താൻ പ്രേരിപ്പിക്കുന്ന വിധത്തിൽ ആ ടാർപോളിൽ അഴിച്ചു മാറ്റിയ പോലീസിന്റെ നടപടിയാണ്. ആ നേരം പുലർന്നിരുന്നെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമായിരുന്നോ? പകൽ വെളിച്ചത്തിലല്ലേ എല്ലാവരുടെയും കണ്ണിന് മുന്നിൽ കണ്ണൂരിൽ ഇതേപോലെ പന്തൽ ഉയർത്തിയത് പാർട്ടി? ശ്രീ ഗോപിനാഥ്, എന്തോ എന്നോടാണോ? അതെ. ഹലോ, ഞാൻ കേട്ടില്ല. അതായത് കണ്ണൂരിൽ പാർട്ടിക്ക് റോഡ് തടഞ്ഞ് പന്തലിട്ട് സർക്കാരും പോലീസും കൊടുത്ത നോട്ടീസ് 4 മടക്കി പോക്കറ്റിലിടാം, അവിടെ പന്തലിൽ പ്രതിഷേധ പ്രകടനം നടത്താം, സമരം നടത്താം, പോലീസ് കാഴ്ചക്കാരായി നിൽക്കും. എന്നാൽ അർദ്ധരാത്രിയിൽ അല്ലെങ്കിൽ പുലർച്ചെ 3 മണിക്ക് കോരിച്ചൊരിയുന്ന മഴയത്ത് ടാർപോളിൻ കെട്ടി ഈ പാവപ്പെട്ട ആശാവർക്കർമാർ അവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുമ്പോൾ അവരുടെ ടാർപോളിൻ പൊളിച്ചു മാറ്റും. കണ്ണൂരിൽ പന്തലിടാം, ആശാവർക്കർമാരുടെ സമരത്തിൻ്റെ ടാർപോളിൻ മഴയത്തിടുമ്പോൾ അത് പൊളിച്ചു മാറ്റണം. സുരേഷ് ഗോപി അവിടെ എത്തിച്ചത് ഈ പോലീസിൻ്റെ തിടുക്കമാണ്. ശ്രീ KN ഗോപിനാഥ്, അതാണ് ബിന്ദു പറയുന്നത്. ഞാൻ പറഞ്ഞത് ഈ കണ്ണൂരിലും തിരുവനന്തപുരത്താണെങ്കിലും എറണാകുളത്താണെങ്കിലും പോലീസ് നിയമം നടപ്പിലാക്കേണ്ടത് ഒരേപോലെ തന്നെയാണ്. അതിനകത്ത് എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. തിരുവനന്തപുരത്ത് മാറ്റി കണ്ണൂർ അല്ല ആയിക്കോട്ടെ, അതങ്ങനെ വിവേചനം പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എന്നാൽ ഞാൻ ഒരു കാര്യം അരുൺകുമാറിനോട് ഈ ചർച്ച അത് ശരി, ഡോക്ടർ അരുൺകുമാർ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇന്ത്യയിൽ 28 സ്റ്റേറ്റുകളുണ്ടല്ലോ. ഏതെങ്കിലും സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഇതേപോലെ ഒരു സമരം നടത്താൻ അനുവാദമുണ്ടോ? ഈ കേരളത്തിലെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ അല്ലാതെ ഇന്ത്യൻ പാർലമെന്റിന് മുമ്പിൽ സമരം നടത്താൻ അനുവാദമുണ്ടോ? അവകാശങ്ങൾ കേരളത്തിലെ ഗവൺമെന്റ് അനുവദിക്കുന്നില്ലേ? സോളാർ വിഷയത്തിൽ LDF മാത്രമല്ല, അത് LDF മാത്രമല്ല, കേരളത്തിലെ ഐക്യമുന്നണി വരികയാണെങ്കിലും കേരളത്തിൽ മാറി വരുന്ന സന്ദർഭത്തിൽ ഒരു ഉദ്യോഗസ്ഥനെങ്കിലും ഏതെങ്കിലും ഗേറ്റ് വഴി നിങ്ങൾ കേരളത്തിൽ മാത്രമേ ഈ പ്രാഥമിക ദിനചര്യകൾ നടത്താൻ സ്ഥലമില്ലാത്തതുകൊണ്ട് സമരം പിൻവലിച്ചു എന്നാണ് കേൾക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് നമുക്ക് ആകെ സമരം ചെയ്യാൻ ഒരു സ്ഥലമുള്ളത്. അവിടെ സമരം ചെയ്യരുത് എന്ന് ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട്, ശരിയാണ്. പക്ഷെ നമുക്ക് ജന്തർമന്ദിർ പോലും സ്ഥലമൊന്നുമില്ല. പക്ഷെ അധികാരത്തിൽ ഇരിക്കുമ്പോൾ മാത്രം CIT പോലൊരു സംഘടന പോലും സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യാറില്ലേ? അരുൺകുമാർ, ഞാൻ പറഞ്ഞത് കേട്ട മട്ടേ കാണിക്കുന്നില്ല. ഞാൻ പറഞ്ഞ അങ്ങനെയല്ല. ഈ ടർപ്പാളിനൊക്കെ കെട്ടിയത് അഴിച്ചത്, ഞാനും ഒരു സമരം ചെയ്യുന്ന സംഘടനയാണ്. ടർപ്പാളിൻ കെട്ടിയതൊന്നും അഴിക്കാൻ പാടില്ല, കെട്ടാൻ അനുവാദമൊക്കെ മേടിക്കണം, തർക്കമില്ല. അത് കണ്ണൂരിൽ അനുവദിക്കും, ഇവിടെ അനുവദിക്കില്ല എന്ന് പറയുന്നതൊക്കെ പോലീസ് നീതിബോധമില്ലാതെ പെരുമാറുന്നതാണ്. പോലീസ് അക്കാര്യത്തിൽ കർശനമായ നിലപാട് സ്വീകരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതേസമയം ഞാനൊരു ചോദ്യം ചോദിക്കുന്നത്, ഇന്ത്യയിലെ ഏതെങ്കിലും ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലോ ഗുജറാത്തിലോ അതുപോലെ തന്നെ ഡൽഹിയിലോ എവിടെയെങ്കിലും പാർലമെൻറ്റിലോ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ നടപ്പാതയുടെ മുമ്പിൽ ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് സമരം ചെയ്യാനുള്ള അവകാശം എവിടെയെങ്കിലും ഉണ്ടോ ഈ കേരളത്തിലല്ലാതെ? ഞാൻ ഇടതുപക്ഷം ഭരിക്കുമെന്ന് മാത്രമല്ല പറഞ്ഞത്, UDF ഭരിക്കുമ്പോഴും കേരളത്തിൽ ഈ സ്ഥിതിയുണ്ട്. ഇത്തരം വിഷയങ്ങളിൽ കാതലായ ജീവിത പ്രശ്നങ്ങളെ മുൻനിർത്തി ആശാവർക്കർമാരടക്കം സമരം ചെയ്യുന്ന സാഹചര്യങ്ങളിൽ ഇതേപോലെ മഴ പെയ്യുന്ന സമയത്ത് രാത്രിയിൽ ഇതേപോലെ സ്ത്രീകൾ മാത്രം സമരം ചെയ്യുന്ന സമയത്ത് ഒരു ടാർപോളിൽ വിളിച്ചു കെട്ടിയത് മഹാ അപരാധമാണെന്നാണോ CITUവിന്റെ വാദം? ഞാൻ പറഞ്ഞില്ലല്ലോ, സമരം ചെയ്യേണ്ടി വരും, ടാർപ്പാളിൻ കെട്ടേണ്ടി വരും, ചിലപ്പോൾ കസേര ഇടേണ്ടി വരും, ചിലപ്പോൾ നിയമലംഘനം നടത്തേണ്ടി വരും. സ്വാഭാവികമായിട്ടും തർക്കമൊന്നുമില്ല. തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി കോടതി പറയുന്ന പോലെ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ബോർഡുകൾ വയ്ക്കേണ്ടി വരും. കോടതി പറയുന്നില്ലേ ബോർഡ് വയ്ക്കാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നില്ലേ? അങ്ങനെയൊന്നും സമരം ചെയ്യാൻ പറ്റുന്നതല്ല. എന്നതാണ് ചോദ്യം. അതാണ് ബിന്ദു ആവർത്തിച്ച് ചോദിക്കുന്നത്. ആ ടാർപോളിൻ അടിച്ചില്ലായിരുന്നെങ്കിൽ അങ്ങനെ ഒരു ദൃശ്യം വരില്ലല്ലോ. ഇതേപോലെ സുരേഷ് ഗോപിക്ക് വന്ന് കൊട കൊണ്ട് കൊടുക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാവില്ലല്ലോ. അതിൽ ഞാൻ ഉത്തരം പറയുന്നില്ല, അത് അവർ തന്നെ പറയേണ്ടത്. ഞാനത് ഒരു പ്രാവശ്യം പറഞ്ഞല്ലോ. ആരാണെങ്കിലും CITU ആണെങ്കിലും INTUC ആണെങ്കിലും ഇനി കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും SUC ആണെങ്കിലും
സമരം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ക്രമീകരണം നടത്താൻ അവർക്ക് അവകാശമുണ്ട്. അത് നിയമവിരുദ്ധമാണോ നിയമവിധേയമാണോ എന്ന് നോക്കിയിട്ടൊന്നുമില്ല തൊഴിലാളികൾ ചിലപ്പോൾ സമരം ചെയ്യുന്നത്. ശരി. Debate with Dr. Arun Kumar.